സമീപകാലത്ത് കേരളത്തിൽ രൂപം കൊണ്ട കാസ എന്ന സംഘടന ഒരു വർഗീയ പ്രസ്ഥാനമാണ് എന്ന് വരുത്തി തീർക്കാൻ ABC മലയാളം ചാനലിൽ ഫിറോസും രാജനും നടത്തുന്ന സംഭാഷണം ഈയിടെ ശ്രദ്ധിക്കാനിടയായി. അതിൽ ക്രൈസ്തവർ ചരിത്രത്തിലുടനീളം വർഗീയത പ്രദർശിപ്പിച്ചിരുന്നുവെന്ന് പശ്ചാത്തലമായി സ്ഥാപിക്കുന്നതിന് രാജൻ എന്ന വ്യക്തി ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് ചരിത്ര മുഹൂർത്തങ്ങളാണ്. അതിലൊന്ന് കുരിശ് യുദ്ധങ്ങളും രണ്ടാമത്തേത് ജർമ്മനിയിൽ ഹിറ്റ്ലർ നേതൃത്വം നൽകിയ കൂട്ടക്കൊലയുമാണ്. തീർത്തും അക്കാദമികമല്ലാത്ത ഈ പ്രസ്താവന വസ്തുതാവിരുദ്ധവും അബദ്ധ ജഡിലവുമാണ്. കുരിശ് യുദ്ധങ്ങൾ എന്തായിരുന്നുവെന്നും നാസി ജർമ്മനിയിൽ സംഭവിച്ചത് എന്താണ് എന്നും ചരിത്രബോധമില്ലാതെ സംസാരിക്കുന്നവർക്ക് സംഭവിക്കുന്ന അബദ്ധമാണ് അവയെ ക്രിസ്തീയ അധിനിവേശമായോ വർഗീയതയായോ അവതരിപ്പിക്കുന്നത്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വർഗീയത എന്ന ആശയത്തെ തന്നെ ആദ്യമായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വർഗീയത എന്നാൽ സ്വന്തം സമുദായത്തെക്കുറിച്ച് സംസാരിക്കുന്നതോ സ്വന്തം സമുദായത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നതോ ഒന്നുമല്ല. വർഗീയത സ്വന്തം സമുദായം മാത്രം മതി, മറ്റൊരു സമുദായവും മതവും മതവിശ്വാസവും ഇവിടെ പാടില്ല എന്ന നിലപാടാണ്. ഇത്രയ്ക്ക് സംശുദ്ധമായ വർഗീയ നിലപാട് സൂക്ഷിച്ചുകൊണ്ട് ഉത്ഭവകാലം മുതൽ ലോകമെമ്പാടും അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന മതരാഷ്ട്ര പ്രസ്ഥാനം ഏതാണ് എന്നറിയാൻ വലിയ ചരിത്ര പഠനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കേവലം വർത്തമാന പത്രങ്ങളുടെ വായന മതി. കാരണം ഇന്നും അത്തരം പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവർ അതേസമയം ലോകത്തെവിടെയായാലും ഇതര മതങ്ങളെയും സമുദായങ്ങളെയും ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ ക്രൈസ്തവ അസ്തിത്വം മാത്രം മതി എന്ന് വാദിക്കാനോ ശ്രമിച്ചിട്ടില്ല. ക്രൈസ്തവ വിശ്വാസം രൂപപ്പെട്ടിട്ടുള്ള ഇടങ്ങളിലെല്ലാം അതേസമയം പൊതുസമൂഹമാണ് ക്രൈസ്തവ സമുദായത്തിന്റെ നന്മകളിൽ നിന്ന് ഗുണം സ്വീകരിച്ചിട്ടുള്ളത്. 1-ാം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ വിശ്വാസമുള്ള ഇന്ത്യയിൽ ഇപ്പോഴും 3% താഴെ മാത്രമേ ക്രൈസ്തവരുള്ളൂ എന്നതും ഇന്ത്യയുടെ സർവോന്മുഖ വളർച്ചയ്ക്ക് ഈ 3% ക്രൈസ്തവർ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ് എന്നും മാത്രം പരിശോധിച്ചാൽ ഈ സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. പിന്നെ എങ്ങനെയാണ് കുരിശ് യുദ്ധങ്ങളും നാസി ഭീകരതയുമെല്ലാം ക്രിസ്തീയ വർഗീയതയായി ആരോപിക്കപ്പെടുന്നത്? നമുക്ക് കുരിശ് യുദ്ധങ്ങളെ ഒന്ന് പരിശോധിക്കാം. ക്രൈസ്തവ രാജ്യങ്ങൾ കയ്യേറി അവയെ നശിപ്പിച്ച് ക്രൈസ്തവരെ കൊന്നും മതം മാറ്റിയും ഇസ്ലാമിക രാജാക്കന്മാർ നടത്തിയ ക്രൂരമായ പടയോട്ടങ്ങളിൽ ക്രിസ്തു ജീവിച്ചിരുന്ന നാടും സമീപ ക്രൈസ്തവ രാഷ്ട്രങ്ങളും തകർന്നില്ലാതായതാണ് കുരിശ് യുദ്ധങ്ങളുടെ പശ്ചാത്തലം. അതേസമയം ക്രിസ്ത്യാനികൾക്കെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങൾ സംരക്ഷണം നൽകിയിരുന്നു എന്നതാണ് ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ ഇപ്പോഴത്തെ നിലപാട്. നിരന്തരമായ യുദ്ധങ്ങളിലൂടെ പിടിച്ചെടുത്ത ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ മതം വ്യാപിപ്പിക്കാൻ അക്രമത്തിന്റെ ഏതു രൂപവും സ്വീകരിക്കാൻ മടിയില്ലാത്ത ക്രൂരന്മാരായിരുന്നു അവർ എന്നതാണ് യാഥാർത്ഥ്യം. മുസ്ലിങ്ങൾ യുദ്ധത്തിലൂടെ പിടിച്ചെടുത്ത തങ്ങളുടെ ദേശത്ത് തന്നെ 2-ാം തരം പൗരന്മാരായിട്ടാണ് ക്രൈസ്തവർ കരുതപ്പെട്ടിരുന്നത്. അവർക്ക് നൽകപ്പെട്ടിരുന്ന ഓമനപ്പേര് മാത്രമായിരുന്നു സംരക്ഷിത പ്രജകൾ അഥവാ ദിമ്മികൾ എന്നത്. മദീനായിലെ ക്രൈസ്തവരെ തുരത്തുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടാണ് ഇസ്ലാം ശക്തി പ്രാപിച്ചത്. ഇസ്ലാം സ്വീകരിക്കുന്നവരോട് മാത്രമായിരുന്നു അവർ അക്കാലങ്ങളിൽ കരുണ കാട്ടിയത്. അറബികളെല്ലാം തന്നെ ഇസ്ലാം സ്വീകരിച്ചു. അതിനർത്ഥം അറബികൾ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നില്ല എന്നതാണ്. സ്വീകരിക്കാൻ വിസമ്മതിച്ചവരെയൊക്കെ അവർ തരം താഴ്ത്തി. തുടർന്ന് മുസ്ലിങ്ങളല്ലാത്തവരോട് അറബികൾ ജിഹാദ് പ്രഖ്യാപിച്ചു. ഇസ്ലാം അല്ലാത്തവരെ അവിശ്വാസികളായി കണ്ട അറബികൾ അവരെ വിശ്വാസികളാക്കി മുസ്ലിം നിയമം നടപ്പാക്കുന്നതിനെയാണ് ജിഹാദ് എന്ന് വിളിച്ചത്. അത് വിശുദ്ധ യുദ്ധമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. ബാക്കി എല്ലാവർക്കും അത് കൊടും ക്രൂരതയുടെയും വംശഹത്യയുടെയും നിർബന്ധിത മതപരിവർത്തനത്തിന്റെയും പര്യായ പദം മാത്രമായിരുന്നു. സിറിയ പലസ്തീന പ്രദേശങ്ങളിലെ ഗാസ, ജാഫ, കേസറിയ, നബ്ലൂസ്, ബേത്ഷയ നഗരങ്ങളും മെസപ്പൊട്ടോമിയൻ പ്രദേശങ്ങളും ഈജിപ്തും ബഹ്നെ സഫ, അബ്വ പ്രദേശങ്ങളും സിലീഷ്യ, എവുക്കായിത്ത, അർമേനിയ, ദ്വിൻ, സൈപ്രസ്, കാർത്തേജ്, അനറ്റോളിയൻ നഗരങ്ങൾ, പെർഗാമം, സാദിസ്, ഗാംഗ്ര, നിക്കിയ, അലപ്പോ, അന്ത്യോക്യ, സ്റ്റെസിഫൺ, കോൺസ്റ്റാൻഷ്യ, പാത്തോസ്, ജെർണീഷ്യ, സാമസോട്ട, കോൺസ്റ്റാന്റിനോപ്പിൾ, അതിന്റെ സമീപ നഗരങ്ങൾ, അർമേനിയൻ കപ്പദോച്ചിയൻ പ്രദേശങ്ങൾ, സ്പെയിനിൽ താവളമടിച്ചുകൊണ്ട് അവിഞ്ഞോൺ വരെയുള്ള ഫ്രഞ്ച് പ്രദേശങ്ങൾ എന്നിങ്ങനെ അറബികളുടെ യുദ്ധവും കൊള്ളയും കൊള്ളിവെപ്പും മൂലം നശിച്ചില്ലാതായ രാജ്യങ്ങളും പ്രദേശങ്ങളും അനവധിയാണ്. ഇവിടങ്ങളിലെല്ലാം ഇസ്ലാം മതം അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഇസ്ലാം സ്വീകരിക്കാത്തവർ കൂട്ടത്തോടെ വധിക്കപ്പെട്ടു.
ഇസ്ലാം സ്വീകരിക്കാൻ സമ്മതിക്കാത്തവർ അടിമകളാക്കി പിടിച്ചുകൊണ്ടു പോകപ്പെട്ടു. അത് മറ്റൊരു ക്രൂരതയാണ്. അങ്ങനെ അടിമകളാക്കപ്പെട്ടവർ ചന്തകളിൽ കന്നുകാലികളെ പോലെ വിൽക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ക്രിസ്ത്യാനികളെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സംരക്ഷിച്ചുവെന്ന കറുത്ത ഫലിതത്തിന്റെ നേരറിയാൻ ഈ രാഷ്ട്രങ്ങളുടെ എല്ലാം പ്രാചീന ചരിത്രം ഓരോന്നായിട്ട് എടുത്ത് പഠിച്ചാൽ മാത്രം മതി എന്നതാണ് സത്യം. ഇപ്പോഴും നിഷേധിക്കാനാവാത്ത വിധത്തിൽ ഈ പ്രദേശങ്ങളുടെ എല്ലാം സെക്കുലർ ചരിത്ര രചനയിൽ പോലും ഈ കിരാതകൃത്യങ്ങളുടെ ചോരപ്പാടുകൾ കാലത്തിന് പോലും മായ്ച്ചു കളയാനാവാത്ത വിധത്തിൽ കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. ഈ ദുരന്ത ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവർ നടത്തിയ യുദ്ധങ്ങളെ മനസ്സിലാക്കേണ്ടത്. തങ്ങൾ ചെയ്തു കൂട്ടിയ ക്രൂരതകളെയും ഇല്ലാതാക്കിയ ക്രൈസ്തവ സമൂഹങ്ങളെയും പിടിച്ചടക്കിയ ക്രൈസ്തവരുടെ വിശുദ്ധ നഗരങ്ങളെയും അവിടെ അനധികൃതമായി നിർമ്മിച്ച മറ്റ് ആരാധനാലയങ്ങളെയും കുറിച്ച് യാതൊന്നും പറയാതെ ക്രൈസ്തവരുടെ സാമ്രാജ്യത്വമോഹവും ഇസ്ലാമിന്റെ ന്യായമായ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റവുമായി കുരിശ് യുദ്ധത്തെ വ്യാഖ്യാനിക്കുന്നത് ഈ ചരിത്രത്തോട് കാണിക്കുന്ന നീതികേട് മാത്രമാണ്. 11-ാം നൂറ്റാണ്ടിലെ അൽ ഹാക്കിം എന്ന ഫാത്തിമിഡ് കാലിഫ് അതിക്രൂരമായി ക്രൈസ്തവരെ പീഡിപ്പിച്ചിരുന്ന വ്യക്തിയാണ്. സഭാ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും പള്ളികൾ തകർക്കുകയും കുരിശുകൾ കത്തിക്കുകയും ചെയ്ത വ്യക്തി. പള്ളികൾക്ക് മുകളിൽ ചെറിയ മുസ്ലിം പള്ളികൾ അയാൾ സ്ഥാപിച്ചു. തിരുക്കല്ലറ ദേവാലയം 1009 തകർത്തു. ഏതാണ്ട് 30,000 പള്ളികൾ അയാൾ തകർക്കുകയോ കത്തിക്കുകയോ ചെയ്തു. 1021 ഹക്കിം മരിച്ചപ്പോൾ അലപ്പോയിലെ എമിർ സലിഹ് ബിൻ മിർദാസ് പലസ്തീന കൈക്കലാക്കി. 1029 ഫാത്തിമിഡ് കാലിഫ് അത് വീണ്ടും തിരിച്ചു പിടിച്ചു. എന്നാൽ തിരുക്കല്ലറ ദേവാലയം പുതുക്കിപ്പണിയാൻ പുതിയ കാലിഫ് ക്രൈസ്തവർക്ക് അനുവാദം കൊടുത്തു. തിരുക്കല്ലറ ദേവാലയത്തിലേക്കും ഇതര വിശുദ്ധ സ്ഥലങ്ങളിലേക്കും പാശ്ചാത്യ നാടുകളിൽ നിന്ന് തീർത്ഥാടനം പതിവായിരുന്നു. പക്ഷെ ഭീമമായ തുക നൽകിയിരുന്നെങ്കിൽ മാത്രമേ തീർത്ഥാടകർക്ക് അവിടേക്ക് പ്രവേശനം പോലും ലഭിച്ചിരുന്നു. യാത്രാമധ്യേ ഉണ്ടായിരുന്ന കവർച്ചക്കാരുടെ ആക്രമണവും തീർത്ഥാടകരെ വല്ലാതെ വലച്ചിരുന്നു. 11-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഇടപ്രഭുക്കന്മാർ ശക്തി പ്രാപിച്ചപ്പോൾ ഫ്രാൻസിലും സ്പെയിനിലുമൊക്കെയായി ദുർഭരണം നടത്തിയിരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് ആ നാടുകൾ തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിച്ചു. സഭയെയും പാവപ്പെട്ടവരെയും തങ്ങളുടെ നാടിനെയും ആക്രമണകാരികളിൽ നിന്ന് രക്ഷിക്കാൻ ആ ക്രൂരർക്കെതിരെ പ്രഭുക്കന്മാർ നയിച്ച യുദ്ധങ്ങൾ വിശുദ്ധ യുദ്ധങ്ങളെന്ന് അറിയപ്പെട്ടു. യൂറോപ്പിൽ നിന്ന് അക്രമകാരികളായിരുന്ന മുസ്ലിങ്ങളെ തുരത്തിയോടിക്കാൻ സാധിച്ചതിന്റെ പ്രചോദനമാണ് വിശുദ്ധ സ്ഥലങ്ങളും വീണ്ടെടുക്കാൻ യുദ്ധം ചെയ്യാമെന്ന ആശയത്തിലേക്ക് അവരെ നയിച്ചത്. വിശുദ്ധ സ്ഥലങ്ങൾ വീണ്ടെടുക്കുന്നതിനും വിശുദ്ധ സ്ഥലത്തേക്കുള്ള തീർത്ഥാടനങ്ങൾ സുഗമമാക്കുന്നതിനും ആയുധമെടുക്കുന്നതിൽ തെറ്റില്ല എന്ന ചിന്ത പരക്കെ വ്യാപിച്ചുകൊണ്ടിരുന്നു. ഈ ആശയത്താൽ പ്രേരിതരായി നോർമൻകാർ സിസിലിയിൽ നിന്ന് അറബികളെ തുരത്തി. ഇറ്റാലിയൻ പ്രഭുക്കന്മാർ 1087 ഉത്തര ആഫ്രിക്കയിലെ കൊള്ളക്കാരുടെ പട്ടണമായിരുന്ന മഹ്ദിയ ആക്രമിച്ച് നശിപ്പിച്ചു. അങ്ങനെ വിശുദ്ധ യുദ്ധമെന്ന ആശയം പാശ്ചാത്യ ക്രൈസ്തവ സമൂഹം ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യം അവിടെ സംജാതമായി. നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ളതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ യുദ്ധങ്ങൾ. മറ്റുള്ളവരുടേത് പിടിച്ചെടുക്കുന്നതിനോ വംശഹത്യ നടത്തുന്നതിനോ മതപ്രചരണത്തിനോ ആയിരുന്നില്ല ഈ യുദ്ധങ്ങൾ. അത് ജിഹാദിൽ നിന്നുള്ള ഈ യുദ്ധങ്ങളുടെ അടിസ്ഥാനപരവും ആശയപരവുമായ വ്യത്യാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. നവംബർ 27 ഒരു സൂനഹദോസിൽ വെച്ച് ഊർബൻ 2-ാമൻ മാർപ്പാപ്പ കുരിശ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. യുദ്ധം എന്നതിനേക്കാൾ ക്രൈസ്തവരുടെ വിശുദ്ധ നാടുകളിലേക്കുള്ള തീർത്ഥാടനം എന്ന ആശയമായിരുന്നു മുന്നിൽ നിന്നത്. ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവർ മറ്റ് പ്രായശ്ചിത്ത കർമ്മങ്ങളിൽ നിന്ന് വിമുക്തരായിരുന്നു. തീർത്ഥാടനത്തെ തടയുന്നവരോട് ഏറ്റുമുട്ടി മരണമടഞ്ഞാൽ അത് രക്തസാക്ഷിത്വമായി പരിഗണിക്കപ്പെടുമായിരുന്നു. ഇപ്രകാരം വിശുദ്ധ നാടുകളിലേക്ക് തീർത്ഥാടനം നടത്താൻ താല്പര്യമുള്ളവർ പ്രതിജ്ഞ ചെയ്യുകയും തങ്ങളുടെ വസ്ത്രത്തിൽ കുരിശടയാളം തുന്നിച്ചേർക്കുകയും ചെയ്യേണ്ടിയിരുന്നു. ഈ കുരിശുകളിൽ നിന്നാണ് ക്രൈസ്തവ തീർത്ഥാടനത്തിന് കുരിശ് യുദ്ധം എന്ന പേര് ലഭിക്കുന്നത്. അല്ലാതെ ഈ യുദ്ധങ്ങൾ കുരിശ് കയ്യിൽ പിടിച്ചുകൊണ്ട് നടത്തിയ യുദ്ധങ്ങളായിരുന്നതിനാലല്ല. മുസ്ലിം ക്രൂരതകൾക്കെതിരെ ഫ്രാൻസിലും സ്പെയിനിലും സിസിലിയിലും വരിച്ച വിജയങ്ങൾ ഈ പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കാൻ അനേകർക്ക് പ്രേരണയായി തീർന്നു. ഈ തീർത്ഥാടനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഊർബൻ 2-ാമൻ മാർപ്പാപ്പ വളരെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതിക്രൂരമായ ഇസ്ലാമിക സാമ്രാജ്യത്വ വ്യാപനം തടയുക, സെല്യൂക്ക് തുർക്കികൾ അശുദ്ധമാക്കിയ ജെറുസലേമും മറ്റു വിശുദ്ധ സ്ഥലങ്ങളും അവരിൽ നിന്ന് മോചിപ്പിക്കുക, പൗരസ്ത്യ ക്രൈസ്തവരെ ഇസ്ലാമിന്റെ പിടിയിൽ നിന്ന് വിമോചിപ്പിക്കുക, അങ്ങനെ വിശുദ്ധ നാടുകളിലേക്കുള്ള തീർത്ഥാടനം എളുപ്പമുള്ളതാക്കി തീർക്കുക എന്നിവയായിരുന്നു അവ. പ്രായശ്ചിത്ത പ്രവർത്തികളുടെ ആവശ്യകതയും സഹനത്തോടുണ്ടായിരിക്കേണ്ട ഭാവാത്മകമായ സമീപനവും മാർപ്പാപ്പ അവരെ ഓർമ്മിപ്പിച്ചു. മാത്രവുമല്ല,
ഏറ്റവും വിശുദ്ധമായ ആഗ്രഹങ്ങളോടെ മാത്രമേ ഈ തീർത്ഥാടനം ഏറ്റെടുക്കാവൂ എന്നും മാർപ്പാപ്പയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. തീർത്ഥാടനങ്ങളെല്ലാം തന്നെ യുദ്ധങ്ങളായി പരിണമിച്ചു. അങ്ങനെ ഏറ്റവും കുറഞ്ഞത് 8 കുരിശ് യുദ്ധങ്ങളെങ്കിലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ കുരിശ് യുദ്ധം 1096 മുതൽ 1099 വരെയായിരുന്നു. രണ്ടാമത്തേതും മൂന്നാമത്തേതും 12-ാം നൂറ്റാണ്ടിലും ബാക്കി 5 13-ാം നൂറ്റാണ്ടിലുമായിരുന്നു. ഒന്നാമത്തെ കുരിശ് യുദ്ധം അത്ഭുതകരമായ വിജയമായിരുന്നു. നിക്യായും അന്ത്യോക്യായും ജെറുസലേമും തീർത്ഥാടകർ ഇസ്ലാം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. എന്നാൽ അവയിൽ ഒന്ന് വീണ്ടും മുസ്ലിങ്ങൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് നടന്ന രണ്ടാം യുദ്ധത്തിൽ തീർത്ഥാടകർ ദയനീയമായി പരാജയപ്പെട്ടു. പിടിക്കപ്പെട്ടവരെല്ലാം തന്നെ ദയനീയമായി വധിക്കപ്പെട്ടു. സുൽത്താൻ സലാദിൻ ജെറുസലേം വീണ്ടും പിടിച്ചടക്കിയതിനെ തുടർന്ന് നടന്ന മൂന്നാമത്തെ കുരിശ് യുദ്ധത്തിൽ സൈപ്രസും ഇപ്പോഴത്തെ ഇസ്രായേലിലുള്ള അക്രയും മോചിപ്പിച്ചുകൊണ്ട് സുൽത്താനെ പരാജയപ്പെടുത്താൻ കുരിശ് യുദ്ധക്കാർക്ക് സാധിച്ചു. നാലാമത്തെ കുരിശ് യുദ്ധം മുസ്ലിങ്ങൾക്കെതിരെ എന്നതിനേക്കാൾ ബൈസന്റൈൻ ക്രൈസ്തവ നഗരമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കീഴടക്കലിലേക്കാണ് തീർത്ഥാടകരെ നയിച്ചത്. തുടർന്ന് നടന്ന എല്ലാ കുരിശ് യുദ്ധങ്ങളും അമ്പേ പരാജയങ്ങളായിരുന്നു. ക്രൗര്യം നിറഞ്ഞ മുസ്ലിം കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ തീർത്ഥാടകർക്ക് കഴിഞ്ഞില്ല. ഭൂരിപക്ഷവും ദയനീയമായി വധിക്കപ്പെട്ടു. പിടിക്കപ്പെട്ടവരെല്ലാം അടിമകളാക്കപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്തു. മൂന്നാമത്തെ കുരിശ് യുദ്ധത്തിൽ തീർത്ഥാടകർ മോചിപ്പിച്ച അക്രെ 1291 മാംലൂക്ക് സുൽത്താനായിരുന്ന അൽ അഷ്റഫ് ഖലീൽ വീണ്ടും ആക്രമിച്ച് പിടിച്ചെടുത്തതോടെ മധ്യപൂർവ്വദേശത്തെ കുരിശ് യുദ്ധങ്ങൾക്ക് വിരാമമായി. പുരാതന ക്രൈസ്തവ ലോകത്തിന്റെ 2/3 ഭാഗവും 11-ാം നൂറ്റാണ്ടായപ്പോഴേക്കും മുസ്ലിങ്ങൾ യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്തിയിരുന്നു. പലസ്തീന, സിറിയ, ഈജിപ്ത്, അനറ്റോളിയ തുടങ്ങിയ സുപ്രധാന പ്രദേശങ്ങളും അവയിലുണ്ടായിരുന്നു. വിശുദ്ധ നഗരങ്ങളെല്ലാം നീചമായ വിധത്തിൽ അശുദ്ധമാക്കപ്പെട്ടു. ദേവാലയങ്ങളെല്ലാം തകർക്കപ്പെട്ടു. വിശുദ്ധ സ്ഥലങ്ങൾക്ക് മുകളിൽ മോസ്കുകൾ പണിതുയർത്തപ്പെട്ടു. സമാനതകളില്ലാത്ത ക്രൂരതകൾ ദേശമെമ്പാടും അരങ്ങേറി. വിശുദ്ധ സ്ഥലത്തേക്കുള്ള തീർത്ഥാടകർ കൊള്ളയടിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ ക്രൂരതകളെയും അധിനിവേശങ്ങളെയും ചെറുത്ത് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരുന്ന സാമൂഹികമായ അർബുദത്തിന് വിരാമമിടാൻ ക്രൈസ്തവ തീർത്ഥാടകർ ആയുധമെടുത്ത ചരിത്രത്തെയാണ് കുരിശ് യുദ്ധങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. തീർത്ഥാടകരിൽ നിന്ന് വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ വീഴ്ചയുടെ ഫലങ്ങൾ അനുഭവിച്ചത് ക്രൈസ്തവ സഹോദരങ്ങൾ തന്നെയായിരുന്നു. ഇസ്ലാമിന്റെ അധിനിവേശത്തിനെതിരെ നടന്ന ചെറുത്തുനിൽപ്പിന്റെ ചരിത്രപരമായ ആ ശ്രമങ്ങൾ പക്ഷേ ആത്യന്തികമായി വലിയ വിജയമായിരുന്നില്ല എന്ന് പിൽക്കാല ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 6-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ച് ഇന്നും വിവിധ ലോകരാജ്യങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക അധിനിവേശങ്ങളുടെയും ക്രൂരതകളുടെയും രക്തരൂക്ഷിതമായ ചരിത്രം മറച്ചുവെക്കാൻ ചെറുത്തുനിൽപ്പിന്റെ ശ്രമങ്ങളായിരുന്ന കുരിശ് യുദ്ധങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ജിഹാദിന്റെ തന്നെ ആധുനിക രൂപമാണ് എന്നും നമ്മൾ തിരിച്ചറിയണം. പുരാതന റോമാ സാമ്രാജ്യത്തിനും 19-20 നൂറ്റാണ്ടുകളിൽ ജർമ്മനിയിൽ നിലവിലിരുന്ന ജർമ്മൻ സാമ്രാജ്യത്തിനും ശേഷം ഹിറ്റ്ലറുടെയും നാസി പാർട്ടിയുടെയും നിയന്ത്രണത്തിൽ നാസി ജർമ്മനി അല്ലെങ്കിൽ തേർഡ് റൈഷ് ഭരണത്തിൽ വന്നു. ഹിറ്റ്ലറുടെ ഭരണത്തിൽ ജർമ്മനി പെട്ടെന്ന് തന്നെ ജീവിതത്തിന്റെ സകല മേഖലകളും നിയന്ത്രിക്കുന്ന ഒരു ഏകാധിപത്യ ഭരണ സംവിധാനത്തിന്റെ കീഴിലായി മാറി. 1933 ജനുവരി 30 വൈമർ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായ പോൾ ഫോൺ ഹിൻഡൻബുക്ക് അഡോൾഫ് ഹിറ്റ്ലറെ ജർമ്മൻ ചാൻസലറായി നിയമിച്ചു. അതിനുശേഷം നാസികൾ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ആരംഭിക്കുകയും അധികാരം തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തു. 1934 ഓഗസ്റ്റ് 2 ഹിൻഡൻബുക്ക് മരിച്ചു. അതിനുശേഷം ചാൻസലറുടെയും പ്രസിഡന്റിന്റെയും ഓഫീസുകളും അധികാരങ്ങളും ലയിപ്പിച്ച് ഹിറ്റ്ലർ ജർമ്മനിയുടെ ഏകാധിപതിയായി മാറി. 1934 ഓഗസ്റ്റ് 19 നടന്ന ദേശീയ റഫറണ്ടം ഹിറ്റ്ലറെ ജർമ്മനിയുടെ ഏക ഫ്യൂറർ അല്ലെങ്കിൽ നേതാവ് ആണ് എന്ന് സ്ഥിരീകരിച്ചു. എല്ലാ അധികാരങ്ങളും ഹിറ്റ്ലർ എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിക്കുകയും ഹിറ്റ്ലറുടെ വാക്ക് നിയമമായി മാറുകയും ചെയ്തു. വർണ്ണവിവേചനം, വർഗോന്നതി, ജൂതവിരോധം എന്നിവ നാസി ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യയശാസ്ത്ര സവിശേഷതകളായിരുന്നു. നാസികൾ ജർമാനിക് ജനതകളെ ആര്യൻ വംശത്തിന്റെ ഏറ്റവും ശുദ്ധമായ ശാഖയായ മാസ്റ്റർ റേസ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അധികാരം പിടിച്ചെടുത്തതിന് ശേഷം നാസികൾ യഹൂദരോടും റൊമാനി ജനതയോടുമുള്ള വിവേചനം ആരംഭിക്കുകയും അവരെ പീഡിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. നാസികൾ ആദ്യത്തെ തടങ്കൽ പാളയങ്ങൾ 1933 മാർച്ചോടുകൂടെ സ്ഥാപിച്ചു. ജൂതന്മാരെയും നാസികൾക്ക് അഭികാമ്യമല്ലാത്ത മറ്റുള്ളവരെയും തടവിലാക്കുകയും ലിബറലുകൾ, സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ എന്നിവരെയെല്ലാം
കൊല്ലുകയോ തടവിലാക്കുകയോ നാടുകടത്തുകയോ ചെയ്യുകയും ചെയ്തു. ഹിറ്റ്ലറുടെ ഭരണത്തെ എതിർത്ത പൗരന്മാരും ക്രൈസ്തവ ദേവാലയങ്ങളും അടിച്ചമർത്തപ്പെടുകയും നാസികൾ നിരവധി നേതാക്കളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹിറ്റ്ലർ ഒരിക്കലും മതപരമായ ചിന്തയുടെയും ആശയങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നില്ല തൻ്റെ ക്രൂരതകൾ ചെയ്തു കൂട്ടിയത് എന്നതാണ്. മറിച്ച് രാഷ്ട്രീയ പ്രേരിതവും അധികാര മോഹവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രേരക ശക്തികൾ. അതിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ കൂട്ടക്കൊലയിൽ വലിയ അളവിൽ ജൂതരാണ് കൊല്ലപ്പെട്ടത് എങ്കിലും അതോടൊപ്പം തന്നെ ക്രൈസ്തവരും ക്രൈസ്തവ പുരോഹിതരും സന്യസ്തരും വധിക്കപ്പെട്ടിട്ടുണ്ട്. ഹിറ്റ്ലറെ വിമർശിക്കാൻ ശ്രമിച്ച ഏവരും രാജ്യത്തിന്റെ ശത്രുക്കളായി പ്രഖ്യാപിക്കപ്പെട്ട് ഇല്ലാതാക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇതൊരു വിധത്തിലും ക്രൈസ്തവ വർഗീയതയായി വാദിക്കപ്പെടുക സാധ്യമല്ല. നാസികളുടെ വംശശുദ്ധിയായിരുന്നു ഹിറ്റ്ലറുടെ പ്രചാരണ ആയുധം എന്നതും ഇവിടെ സവിശേഷമായി ഓർമ്മിക്കേണ്ടതുണ്ട്. ക്രൈസ്തവ വിശ്വാസം ആയിരുന്നില്ല. ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ക്രൂരതകളെ ക്രൂരതകളായി തന്നെ വിശേഷിപ്പിക്കാൻ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് എക്കാലത്തും സാധിച്ചിട്ടുണ്ട്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും പരിഹാരം ചെയ്യാനും ക്രൈസ്തവ സമൂഹങ്ങൾ ശ്രമിക്കാറുമുണ്ട്. അതേസമയം ചരിത്രത്തിലുടനീളം കൂട്ടക്കുരുതികളും വംശഹത്യകളും നടത്തുകയും മതരാഷ്ട്ര സ്ഥാപനത്തിനായി ഇന്നും ജനങ്ങളെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങളെ ചെറുതായൊന്നുപോലും വിമർശിക്കാൻ ABC പോലുള്ള ചാനലുകൾക്ക് ധൈര്യമുണ്ടാവില്ല. അത് ജീവനെയും സാമ്പത്തിക നിലനിൽപ്പിനെയും സ്പർശിക്കുന്ന ഇടപെടലുകളായിരിക്കും എന്ന് അവർക്ക് ഉറപ്പുള്ളതിനാലാണ്. നുണ പറഞ്ഞ് ഉപജീവനം കഴിക്കുന്നതിലും നല്ലത് പട്ടിണി കിടന്നുള്ള മരണമാണ് എന്നും അതിൽ അന്തസ്സുണ്ട് എന്നും ഇക്കൂട്ടർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.